നമസ്തേ. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗയിലെ 24-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്, ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്കുകേട്ട് ഭഗവാൻ കൃഷ്ണൻ ആ ശ്രേഷ്ഠമായ രഥത്തെ ഇരു സൈന്യത്തിനും മധ്യേ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗുഡാകേശൻ എന്നാൽ ചുരുണ്ട മുടിയുള്ളവനെന്നും നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയവനെന്നും അർത്ഥമുണ്ട്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർജുനന് ഗുഡാകേശൻ എന്ന നാമമുണ്ട്. ഒരു യഥാർത്ഥ ഭക്തന് ഒരു നിമിഷം പോലും ഭഗവാനെ മറന്നിരിക്കാൻ കഴിയില്ല. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴുമെല്ലാം ഭഗവാന്റെ നാമങ്ങളും രൂപവും ലീലകളും എല്ലാം ചിന്തയിൽ വരും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തന് നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാൻ കഴിയും. ഇതിനെ നമ്മൾ കൃഷ്ണാവബോധം അഥവാ സമാധി എന്നും പറയാം. നമുക്ക് ഭക്തി എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ലഭിച്ചിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇവയെല്ലാം ലോക വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇതേ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സ്മരണയ്ക്കും സേവനത്തിനുമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും നമ്മുടെ ഉള്ളിൽ ഭക്തി വളരുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാനിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവുകയും ഭക്തിയിലോട്ട് പോവുകയും ചെയ്യുന്നു. നമുക്ക് ഏതു കാര്യം ഭഗവാന് സമർപ്പിക്കാൻ പറ്റാത്തതായി തോന്നുന്നുവോ ആ കർമ്മം അവിടെ വെച്ച് നിർത്തുക. അങ്ങനെ അർജുനന്റെ വാക്കുകേട്ട് ഇരു സൈന്യത്തിനും മധ്യേ രഥം കൊണ്ട് നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. ശേഷം അടുത്ത ശ്ലോകത്തിൽ. ഹരി ഓം.